ഇത് കണ്ട് ഞെട്ടാത്തവർ ആരും ഉണ്ടാവില്ല. അതുമാതിരി കളക്ഷൻസ് ആണ് ഇയറിംഗ്സിന്റെ അവിടെ. നോക്ക്, ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഇയറിംഗ്സ്, ഗോൾഡ് ഇയറിംഗ്സ്, അങ്ങനെ എന്തെല്ലാം വേണോ അതെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വലിയ ജിമുക്കുകൾ. പക്ഷെ ഞാൻ അത് എടുത്തില്ല കേട്ടോ, കാര്യം എനിക്കത് ഭയങ്കര ഓവറാണ്. പിന്നെ കൊറിയൻ കളക്ഷൻസ്, അത് ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു അവിടെ. ഐ ലവ്ഡ് ഇറ്റ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ആ ജിമുക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ എടുത്തില്ല. പിന്നെ പണ്ടത്തെ കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മുടെ നാട്ടിൽ 3000-4000 രൂപയ്ക്ക് റെന്റ് കൊടുത്തെടുക്കുന്ന ആന്റിക്സ് വരെ അവിടെ 500-400 രൂപയ്ക്ക് സെറ്റ് അവിടെ കിട്ടും. അതും പല വെറൈറ്റിയിൽ. പിന്നെ 3 ലെയർ, അതായത് റോസ് ഗോൾഡ് മാലകൾ പോലെ ഇഷ്ടംമാതിരി മാലകളുണ്ട്. എനിക്ക് ഓരോന്ന് കാണുമ്പോഴും എല്ലായിടത്തും ഓടാനാ ശരിക്കും തോന്നിയത്. പിന്നെ വളകളുടെ ഒരു കലവറയിലേക്കാണ് നമ്മൾ എത്തിയിരുന്നത്. ചെന്നൈയിലുള്ള മിക്ക ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇതെവിടെയാണെന്ന്. എന്നാലും ഒരു ഇത്തിരി നേരം വെയിറ്റ് ഇട്ടേക്കാം. വീണ്ടും എന്റെ നിൽപ്പ് കണ്ടില്ലേ? അപ്പൊ ഈ കട എവിടെയാണെന്ന് അറിയണ്ടേ? അതെ, നമ്മളുടെ ചെന്നൈയിലെ ടി നഗറിലെ ന്യൂ പാണ്ഡ്യൻ സ്റ്റോറിലാണ് ഇമാതിരി വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉള്ളത്. ഓരോ സെക്ഷനിലും ഓരോ രീതിയിൽ. ഇതിപ്പോ ഓക്സിഡൈസ്ഡ് ബാംഗിളിന്റെ കളക്ഷൻസിന്റെ ഏരിയ ആണ് ഇവിടെ. പിന്നെ നമ്മൾ ഇപ്പോ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലാവുന്ന കുറച്ച് ബ്രേസ്ലെറ്റ് പോലത്തെ കുറച്ച് ബാംഗിൾസ് ഉണ്ടല്ലോ, അത് ബേബീസിന്റെ ഉൾപ്പെടെ എല്ലാം വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിഫൈലേക്ക് കയറി. പണ്ട് ഞാൻ പോയപ്പോൾ ഇഷ്ടംപോലെ ഇയറിംഗ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഞാൻ തപ്പി വന്ന ഇയറിംഗ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇയറിംഗ്സ് ഒക്കെ കണ്ടു. ഇതൊക്കെ ജസ്റ്റ് 100, 200, 300 റുപ്പീസിന് നമുക്ക് കിട്ടും. ആൻഡ് വെറൈറ്റീസ് ഓഫ് ബാഗ്സ്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല വിശന്നിട്ട് നേരെ നമ്മളുടെ ഫേവറേറ്റ് പൊറോട്ട കടയിലേക്ക് നടക്കുകയാണ്. വിശപ്പിന്റെ വില കൊണ്ട് അച്ഛൻ അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ മുരിഞ്ഞ പൊറോട്ട വിത്ത് കറി. പക്ഷെ അതും കൂട്ടി കഴിക്കാൻ പോലെ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ പൊറോട്ട. മാസാവസാനം കയ്യിൽ പൈസ ഇല്ലാണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കഴിഞ്ഞ് നമ്മൾ ടി നഗർ വെറുതെ അവിടെ ഇവിടെയൊക്കെ വായി നോക്കി നടന്നു. ഒട്ടുമിക്ക ചെന്നൈയിൽ താമസിക്കുന്നവർക്ക് അറിയായിരിക്കും ഇത് മാമ്പളം റെയിൽവേ സ്റ്റേഷൻ ആണ്. അവിടുന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി കയറി ആകെ ടയർഡായി. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.